ഞാൻ എപ്പോൾ വീട്ടിൽ നിന്നാലും ഹോംലെസ് ആയിട്ട് നിൽക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഞാൻ എന്ത് കോണ്ടൻറ്റ് എടുക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ചുമ്മാ റീല് തോണ്ടിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ എത്തിഗ്ലോ പ്രത്യക്ഷപ്പെട്ടത്. യു നോ വാട്ട് ഈസ് എത്തിഗ്ലോ? എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എത്തിഗ്ലോ ഇറ്റ്സ് എ ഫേസ് വാഷ്. പക്ഷെ ഞാൻ കണ്ട റീലിനകത്ത് പറഞ്ഞത് എത്തിഗ്ലോ അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അവർ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തു, അപ്പോൾ എത്തിഗ്ലോ അവർക്ക് ഏറ്റില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഇപ്പോൾ എനിക്ക് ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. ബാഡ് എക്സ്പീരിയൻസ് മേ ബി നിങ്ങൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്, വലിയ വലിയ പേരുമായിട്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവർക്ക് പെയ്ഡ് പ്രൊമോഷൻ ത്രൂ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ല എന്നൊന്നും പറയുന്നത് അത് കള്ളത്തരമായിരിക്കും. സോ അവരുടെ സ്കിന്നിന് ചിലപ്പോൾ ഇതെല്ലാം പറ്റുമായിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കിന്നിന് ഇതൊന്നും പറ്റുകയില്ല. എനിക്കിങ്ങനെ അബദ്ധങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പല സാധനങ്ങളും മറ്റേ നിയാസിനമൈഡിൻ്റെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പം എൻ്റെ സ്കിൻ ശരിയാവുമെന്നും പറഞ്ഞിട്ട് കുരു ഉണ്ടായിരുന്ന എൻ്റെ സ്കിന്നിലൊക്കെ അടിച്ച് കയറ്റി പൂശി വെച്ച് ഒന്നും സംഭവിച്ചില്ല. ഇരട്ടി മുഖത്ത് പാടും വന്ന് എന്നാ പറയുന്നത് ഫുൾ കുരുക്കളായി. അങ്ങനെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയത്. ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത്. നമ്മുടെ സ്കിന്നിന് നിറഞ്ഞിരിക്കുന്ന കുരുക്കളാണെന്നുണ്ടെങ്കിൽ കുരുക്കൾ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ചില കെമിക്കൽ ഫോർമുലാസ് ഒന്നും നമ്മുടെ സ്കിന്നിന് പറ്റത്തില്ല. സോ എത്തിഗ്ലോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എത്തിഗ്ലോ യൂസ് ചെയ്തിട്ട് ബാഡ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതങ്ങ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് വേറെ ഒരു സാധനത്തിലേക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ബെറ്റർ ഡു കൺസൾട്ട് എ ഡോക്ടർ. സീരിയസ്ലി ഏറ്റവും നല്ലത് അതാണ്. ഇപ്പോൾ ഹോം റെമഡീസ് പോലും എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. ഇപ്പോൾ എൻ്റെ മുഖത്ത് കടലമാവ് പിടിക്കുകയില്ല, മഞ്ഞൾ പിടിക്കുകയില്ല, ഇതൊക്കെ ഓവർ റിയാക്ട് ചെയ്യും എൻ്റെ മുഖത്ത്. അപ്പോൾ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യത്തില്ല. എന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് ഇതൊന്നും പിടിക്കായികയില്ല, അവർക്കിതൊക്കെ പിടിക്കുമായിരിക്കും. സോ എല്ലാ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. വേരിയേഷൻസ് എല്ലാ സ്കിൻ ടൈപ്പിൻ്റെയും സ്കിൻ സെൽസിനൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ വാരി വലിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാളും പെയ്ഡ് പ്രൊമോഷൻ കിട്ടി, പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻസ് അത് കണ്ടിട്ട് നമുക്കൊന്നും കിട്ടത്തില്ലല്ലേ. നമുക്ക് കുറേ മുഖത്ത് ഡാർക്ക് സ്കിൻസും പിന്നെ കുറേ കുരുക്കളും ഉണ്ടാകും. അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി കേട്ടോ. എത്തിഗ്ലോ എന്നല്ല, ഏത് ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിലും, ഫേസ് വാഷ് എന്നല്ല എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും, ഈവൻ സൺസ്ക്രീൻ മറ്റേത് മറിച്ചത് എല്ലാം നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവും. അതുകൊണ്ട് നിങ്ങളുടെ എത്തിഗ്ലോ ഇപ്പോൾ യൂസ് ചെയ്തവർ അതൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണോ എല്ലാവരും എല്ലാം യൂസ് ചെയ്യുന്നത്? ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതിലായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഫേസ് വാഷ് ഞാൻ എത്തിഗ്ലോ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പല വീഡിയോസിലും ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എത്തിഗ്ലോ യൂസ് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ചെയ്താൽ നല്ലതായിരിക്കും, റെക്കമെൻഡ് ചെയ്യുന്നു. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് എത്തിഗ്ലോ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. എന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല, മനസ്സിലായോ? വേണമെങ്കിൽ ചെയ്യാം. അത് പണി കിട്ടിക്കഴിഞ്ഞാൽ പണി വാങ്ങിച്ച് നമ്മൾ വീട്ടിലിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. കൂടുതൽ ആക്ച്വലി എനിക്ക് സമ്മറി പറയാനുള്ളത്, ത്രൂ പെയ്ഡ് പ്രൊമോഷൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും എല്ലാം പിടിക്കുകയില്ല. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ കാശ് പോകുന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. മുഖമൊക്കെ അത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കോൺഫിഡൻറ്റ് ആവുന്നില്ല, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല കണ്ണാടി നിന്നിട്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഡു കൺസൾട്ട് എ ഡോക്ടർ. വേറൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇതെനിക്ക് പറയാൻ തോന്നി, പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ബൈ.